വെൽക്കം ആർസണൽ ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്. വെൽക്കം ടു മല്ലി ടോക്സ് ആർസണൽ. മല്ലി ടോക്സ് ആർസണലിലെ മറ്റൊരു മാച്ച് റിവ്യൂയിലേക്ക് സ്വാഗതം. ആർസണൽ വേഴ്സസ് ഫുൾഹാം ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളോടൊപ്പം ഇന്ന് സൈഡ് ലൈൻ FC ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ബ്രോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. നല്ല വിശേഷമല്ല, പക്ഷെ എനിക്ക് നല്ല വിശേഷം. അതെ, അല്ല പേഴ്സണൽ എല്ലാവരും നല്ലതായിട്ട് പോകുന്നിട്ടില്ല, എന്തെങ്കിലും ഒന്നും നന്നായിട്ട് പോകുന്നുണ്ട്. അടിപൊളി. അപ്പം അധികം വൈകിക്കാതെ തന്നെ നമുക്ക് മാച്ചിലോട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓൾസോ അതിനോടൊപ്പം കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ ഇന്ന് കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ടീം ന്യൂസും സ്ക്വാഡ് അപ്ഡേറ്റ്സും ഒക്കെ. അതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോ ആർസണൽ വേഴ്സസ് ഫുൾഹാം അറ്റ് എമിറേറ്റ്സ്, യെസ്, 2-1 ജയിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ആ മാച്ച് കണ്ടിട്ട്? മാച്ച് നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല. അവസാനം ഒരു 10 മിനിറ്റിൽ ചെറുതായിട്ട് ടെൻഷൻ തരാനാണ് ഫുൾഹാമിന് കഴിഞ്ഞുള്ളൂ. 80-ാമത്തെ മിനിറ്റിലൊക്കെ നല്ലൊരു സിറ്റ് ചാൻസ് അവർ മിസ്സാക്കിയതുകൊണ്ട് വലിയ കാര്യമായിട്ട് പിന്നെ ടെൻഷനിലേക്കും പോയില്ല. പിന്നെ അവസാനം 2 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഗോൾ നേടിയത്. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പൊസഷനൊക്കെ ഏറെക്കുറെ ഈക്വൽ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം മിഡ്ഫീൽഡിൽ പന്ത് റിട്രീവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ സാലിബയ്ക്കും ഗബ്രിയേലിനും റായക്കാണെങ്കിലും വലിയ കാര്യമായിട്ടൊന്നുമില്ല. അവസാനം ഞാൻ പറഞ്ഞ പോലെ അവസാനത്തെ നിമിഷങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ചെറുതായിട്ട് റായക്കൊക്കെ ഒരു ടെൻഷനൊക്കെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അറ്റാക്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മള് ക്രോസസ് വഴി ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആയിരുന്നു. അതിൽ മിക്കൽ മൊറീനോ അഗെയിൻ സ്കോർ ചെയ്തു. 5ാമത്തെ ഗോളാണ് സ്ട്രൈക്കിംഗ് റോളിലേക്ക് വന്നതിന് ശേഷം. അതേപോലെ സാക്ക തിരിച്ചെത്തി. കുറെ കാലമായിട്ട് കാത്തിരിപ്പായിരുന്നു. സ്റ്റാർബോയ് തിരിച്ചെത്തി. അതെ, ആ എത്തി 7ാമത്തെ മിനിറ്റ് തന്നെ സ്കോറും ചെയ്തു. സോ അവിടെ ഇരട്ടി മധുരായി. പക്ഷെ നമ്മൾ 2-1 മത്സരം ജയിച്ചെങ്കിലും 2 ഗോൾ അടിച്ചതിന് 2 ഇഞ്ചുറിയും കൂടി മേടിച്ചിട്ടാണ് മത്സരം അവസാനിപ്പിച്ചത്. ശരിക്കും മാച്ചിലേക്ക് വരുമ്പോ ബെൻ വൈറ്റ് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ മത്സരത്തിൽ ഇറങ്ങിയ സമയത്താണ് മനസ്സിലായത് ബെൻ വൈറ്റും ഇഞ്ചുർഡ് ആണ്. തൊട്ട് പിറകെ തന്നെ ഗബ്രിയേല് പോയത് വല്ലാത്തൊരു അടിയായി. ഇപ്പൊ സീസൺ കഴിഞ്ഞു എന്നാണ് പറയണത്. ടിംബറിന്റെ കാര്യം അറിയില്ല, കലഫിയോരുടെ കാര്യം അറിയില്ല, ബെൻ വൈറ്റിന്റെ കാര്യം അറിയില്ല. മൊത്തം പ്രശ്നത്തിലാണ് ഇപ്പൊ. കേട്ടിടത്തോളം ടിംബർ വിൽ ബി ബാക്ക് എന്നാണ് കേൾക്കുന്നത്. ഒരു നോക്ക് ആയിരുന്നുകൊണ്ട് ടിംബർ വിൽ ബി ബാക്ക്. വൈറ്റിന്റെ കാര്യം ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടില്ല. കാലഫിയോറി ആൻഡ് ഗബ്രിയൽ, എനിക്ക് തോന്നുന്നില്ല കാലഫിയോറി ഇനി ഈ സീസൺ പെർഫോം ചെയ്യുന്നു. ആൻഡ് ഗബ്രിയൽ കൺഫേംഡ് ആണ്, സർജറി ആണ്. സോ യു വിൽ ബി ബാക്ക് നെക്സ്റ്റ് സീസൺ. അതൊരു ഭയങ്കര എന്താ പറയാ, ഇഞ്ചറി നിറഞ്ഞൊരു സീസൺ. നമ്മളെല്ലാം ഫേസ് ചെയ്തു. ഇപ്പൊ സാക്ക തിരിച്ചു വരുന്നതായിരുന്നു നമ്മുടെ ഒരു എന്താ പറയാ ഒരു ഫൈനൽ ഇവന്റ് എന്ന് നമ്മൾ ഈ സീസണിൽ കരുതിയിരുന്നത്. ഈ സീസണിൽ ഇനിയിപ്പോ വേറൊരു ഇവന്റും നടക്കാനില്ല. സാക്കയുടെ തിരിച്ചുവരവ് സീസണിൽ നടന്ന് കിട്ടിയില്ലെങ്കിൽ കൂടി സാക്കയുടെ തിരിച്ചുവരവാണ് നമുക്ക് ഇനി സീസണിൽ ഒരു ഇവന്റ് എന്ന് പറയാനായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ വന്ന പാടെ തന്നെ ഇങ്ങനെ ഒരു ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതും ഗബ്രിയേലിനൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും വരാത്ത, അങ്ങനെ പൊതുവെ ഗബ്രിയേലിൽ നിന്നും അങ്ങനെ എത്ര ഒരു വളരെ കുറച്ചും കൂടി കോൺഫിഡന്റ് ആവുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ബ്രേക്കിന് ബ്രസീലിന് 2 മത്സരങ്ങൾ ഉണ്ടായത്. ആദ്യത്തെ മത്സരം കളിച്ച് യെല്ലോ കാർഡ് മേടിച്ചിട്ട് ആള് ലണ്ടനിലേക്ക് തിരിച്ചു പോന്നു. അർജന്റീന മത്സരത്തിൽ ആള് കളിച്ചില്ല. റെസ്റ്റും കിട്ടി, എല്ലാം കിട്ടി. മത്സരം തുടങ്ങി 16ാമത്തെ മിനിറ്റിൽ തന്നെ ആള് അവിടെ ഔട്ടായെന്ന് പറയുമ്പോ വല്ലാത്തൊരു അടി കിട്ടി. ഭയങ്കര ഒരു വിഷമായി പോയി അത്. ഒരാള് വരുന്നു, അടുത്ത ആള് തിരിച്ചു കയറുന്നു. ഇപ്പം ഏകദേശം ഡിഫൻസ് ലൈൻ ഏകദേശം സത്യം പറഞ്ഞ 3 ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ് തന്നെയാണ്. ഇപ്പൊ ബെൻ വൈറ്റ് ആണെങ്കിലും ടിംബർ ആണെങ്കിലും കാലഫിയോറി ആണെങ്കിലും ഗബ്രിയൽ. അപ്പൊ ഇത്രയും വലിയൊരു ഇഞ്ചറി ലിസ്റ്റ് നമുക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അറ്റ് ദി എൻഡ് നമ്മൾ പ്രതീക്ഷിച്ചൊക്കെ നമ്മളൊരു ലാസ്റ്റ് റണ്ണിൻ ചിലപ്പോ എന്തെങ്കിലും ഒരു ചുമ്മാ നമുക്ക് ആ ഒരു ഫീലെങ്കിലും കിട്ടാൻ, അറ്റ്ലീസ്റ്റ് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും ഉണ്ടാവുന്ന കരുതി. ബട്ട് നത്തിങ്, മറ്റൊരു ഇഞ്ചറി കൂടെ വന്നിട്ടുണ്ട്. ബട്ട് എനിവേ ഹാപ്പി ദാറ്റ് സാക്ക സ്കോർ ചെയ്തു തിരിച്ചു വന്ന ഉടനെ തന്നെ. അതൊരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. ആ ഒരു മൊമെന്റ് എന്ത് തോന്നി സാക്ക തിരിച്ചു വന്ന് സ്കോർ ചെയ്തപ്പോ? സാക്ക ശരിക്കും എന്താ പറയാ, ഫസ്റ്റ് ഹാഫില് മറ്റേ വാമപ്പിന് ഇറങ്ങിയപ്പോ തന്നെ എമിറേറ്റ്സ് മൊത്തം ഒന്ന് ഇളകി. ശേഷം സെക്കൻഡ് ഹാഫിൽ ആ ഒരു 66 മിനിറ്റ് ആള് ഇറങ്ങി വരുമ്പോ 66 ഓർമ്മയില്ല. സെക്കൻഡ് ഹാഫിൽ ആള് ഇറങ്ങി വന്നപ്പോ മൊത്തം ഒരു സ്റ്റാൻഡിങ് ഒവേഷനോടെയാണ് സാക്ക തിരിച്ചു വരുന്നത്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് പ്ലെയർ ആണ്. നമുക്ക് മിക്കൽ ആർട്ടറ്റയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചാണെങ്കിലും എല്ലാ മേഖലകളിലും ടോപ്പിൽ നിൽക്കുന്ന പ്ലെയർ ആണ്. മിനിറ്റ്സ് കളിച്ചാണെങ്കിലും ഗോൾ നേടിയതാണെങ്കിലും ചാൻസസ് ക്രിയേറ്റ് ചെയ്താണെങ്കിലും എല്ലാത്തിലും ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആണ്. നമ്മുടെ ശരിക്കും ആ ഒരു സിസ്റ്റത്തിന്റെ ഒരു മേജർ ഘടകം തന്നെയാണ് സാക്ക എന്ന് പറയുന്നത്. സോ സാക്ക വരാന്നുള്ളത് നമ്മൾ കുറെ കാലമായിട്ട് ആൻസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പൊ സീസണിലേക്ക് നമുക്ക് പ്രീമിയർ ലീഗിൽ വേറെ പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥന ഇതായിരുന്നു. റയൽ മാഡ്രിഡ് ആയിട്ട് കളിക്കാറുമ്പോൾ സാക്ക ഫിറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത്. സാക്കയും മാർട്ടിനലിലേക്ക് ആ സമയത്ത് തിരിച്ചെത്തണം. മാർട്ടിനലി നേരത്തെ എത്തി.
ഇപ്പൊ സാക്കയും കൂടി എത്തി. അപ്പൊ നമുക്ക് ആ ഒരു ഓൾറെഡി ഇനി ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു സീസണിൽ റയലായിട്ടൊരു ഡീസന്റ് ഒരു പെർഫോമൻസ്, അതൊരു അതെ അതെ നമ്മുടെ ഒരു പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ആണ് അത്. സോ അതെ ആ അതെ ഒരു ഏരിയയിലേക്ക് നല്ലൊരു ഔട്ട്കം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മൾ നിന്നിരുന്നത്. പക്ഷെ ഇപ്പൊ സാക്ക വന്നപ്പോൾ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്ലെയർ പോയി നമുക്ക്. ഗബ്രിയേൽ പോയി, ക്രൂഷ്യൽ ആണ് അത്. നമ്മൾ ഒരു ഈ ക്രൂഷ്യൽ സീസൺ പ്ലെയർ ഫുള്ളും തന്നെയാണ്. ശരിക്കും ഈ നമുക്കൊരു സീസൺ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസ് ആയിരുന്നു. അതെ അതെ സാലിബയും അതെ അതെ ഗബ്രിയേലുമുള്ള ഡിഫൻസ്, അപ്പുറത്തെ അതെ സൈഡിൽ എംബാപ്പെ ഉണ്ട്, വിനീഷ്യസ് ഉണ്ട്, റോഡ്രിഗോ ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. സാലിബയും ഗബ്രിയേലും ഉണ്ട്. ആ ഒരു ഡിഫൻസീവ് ലൈൻ നമുക്കുണ്ട്. അറ്റാക്കിംഗ് ഉം. ഗോൾ അടിക്കുമല്ലോ എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ ഗോൾ അതെ അടിപ്പിക്കാണ്ട് കുറെ നേരം പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ കത്തി വെച്ചു. ഇപ്പം അപ്പൊ ഒരു കിവി പ്രശ്നമാണ്. കിവിയോറൊക്കെയാണ് ആ സ്പേസ് വരുന്നെങ്കിൽ പിന്നെ നമുക്ക് നോക്കണ്ട. കാരണം കിവിയോറൊന്നും ആ ഇല്ല, ഒരു റയലായുള്ള മത്സരത്തേക്ക് വരുമ്പോ നമ്മൾ ഇനിയിപ്പോ ഗബ്രിയേല് പോയി കിവിയോറാണ് നിൽക്കുന്നത്. കിവിയോറിന്റെ കാര്യത്തിൽ ഇപ്പോ പറയുകയാണെങ്കിൽ ഓക്കെ, ആള് ഡീസന്റ് ഡിഫൻഡർ ഒക്കെ തന്നെയാണ്. പക്ഷെ നല്ല സ്പീഡി അറ്റാക്കേഴ്സ് ആണ് റയലിനുള്ളത്. അത് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കിവിയോറിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല ഇല്ല അതൊരു കിവിയോറിന് അത്ര ഉള്ള ഒരു ഗബ്രിയേലായിട്ടൊരു കമ്പാരിസണേ വരുന്നില്ല അവിടെ ഇല്ല കിവിയോറിന്റെ ഇല്ല ഇല്ല. കാര്യത്തിൽ. നമുക്കത് കിവിയോർ വേറെ ഇസ് പിന്നെ വെരി ഓപ്ഷൻസും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ഓപ്ഷനായിട്ട് പലരും പറഞ്ഞു കേട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ബെൻ വൈറ്റും ടിംബറും ഫിറ്റ് ആവുകയാണെങ്കിൽ മേ ബി ടിംബറിനോ ബെൻ വൈറ്റിനെയോ സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് അവര് കളിപ്പിച്ചിട്ടുള്ളതാണ്. ആ പ്ലേയേഴ്സ് ആ പൊസിഷനിൽ കളിക്കുന്നതാണ്. മേ ബി ട്രൈ അതെ അതെ ചെയ്യാന്നുള്ളതാണ്. അതെ പക്ഷെ അതെ. അതിപ്പോ ടിംബർ ആക്ച്വലി ഒരു സി ബി ആണ്. ടിംബർ സി ഒരു ബി സെന്റർ ആണ്, അവർക്ക് ബാക്ക് കളിക്കാൻ തന്നെയാണ്. പറ്റും ആ പൊസിഷനിൽ. കളിച്ചിട്ടുമുണ്ട് ആള്, യെസ്. ആഴ്സണലിൽ തന്നെ കളിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയും ഗബ്രിയേലിന് പകരമാണെന്ന് ഗബ്രിയൽ പറയാൻ സലീബ പറ്റില്ല. ആ ഡൈനാമിക്സ് അവിടെ ആ വർക്കാവുന്നില്ല. ഡൈനാമിക്സ് വളരെ വ്യത്യസ്തമാണ്. അവർക്ക് കിട്ടുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലെയർ അതെ മിസ്സായാൽ അതെ മറ്റേ പ്ലെയറിന് അതങ്ങനെ പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. യെസ് പക്ഷെ യെസ്. എനിക്ക് തോന്നുന്നത് തോമസ് പാർട്ടെ ശരിക്കും നമുക്ക് റയലായുള്ള മത്സരം ഡിസ്കഷനിൽ വരുന്ന കാര്യം അല്ലെങ്കിലും റയലായുള്ള മത്സരത്തിൽ തോമസ് പാർട്ടിക്ക് വലിയൊരു റോള് വരാൻ ചാൻസ് ഉണ്ട്. തോമസ് പാർട്ടിയുടെ പെർഫോമൻസ് ആയിരിക്കും നമ്മുടെ ഒരു ഒരു ഇനിയുള്ളൊരു തുറുപ്പുചീട്ട് എന്ന് പറയുന്നത്. ഡിഫൻസീവ് പൊസിഷനിലേക്ക് ഇറങ്ങി കളിക്കാന്നുള്ളതല്ല, പക്ഷെ ജൂഡ് ബെല്ലിംഗാം പോലൊരു പ്ലെയർ ഒക്കെ ഉള്ള ടീമില് പാർട്ടിക്ക് എത്ര നേരം ബെല്ലിംഗാമിന്റെ കൂടെ കട്ടക്കി അദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സ് പിടിച്ചു. ആന്റിസിപ്പേറ്റ് ചെയ്ത് കൂടെ നിൽക്കാൻ പറ്റും എന്നുള്ളത് ചിലപ്പോ റയലിന്റെ എതിരെയുള്ള പെർഫോമൻസ് ശരിക്കും ഡിറ്റർമൈൻ ചെയ്തേക്കാം എന്നുള്ളതാണ്. പക്ഷെ അതിപ്പോ അതെ. ഗബ്രിയേലും സാലിബും ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞാൽ എംബാപ്പയോ ആരും ആയിക്കോട്ടെ, നമുക്കൊരു ഉം. ഇത് കളി ജയിക്കുമല്ലോ നമ്മൾ പറയുന്നില്ല, കാരണം ഗോൾ അടിക്കണം എന്നുള്ള ഡിഫെൻസീവ്ലി രീതിയിൽ നമുക്കൊരു ഒരു ഡിഫൻസീവ്ലി നമ്മൾ സ്റ്റാൻഡ് ചെയ്തേനെ. പക്ഷെ ചെയ്തന യോഗമില്ല നമുക്ക് യോ വലിയ യോ അത് ഭാഗ്യക്കേടുണ്ട്. അത് പിന്നെ സ്ഥിരം അങ്ങനെ തന്നെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് പുത്തിരിയൊന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അതെ. അപ്പം അപ്പൊ ഇന്ന് നമ്മൾ മറ്റൊരു ന്യൂസിലോട്ട് ഇന്ന് കേൾക്കുന്നതാണ്. സ്ട്രൈക്കർ ന്യൂസ് കേൾക്കുന്നുണ്ട് ഇന്ന്. വിക്ടർ ഗിക്കോറസ് ആയിട്ടൊരു സ്ട്രോങ് ലിങ്ക്സ് ഒക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇപ്പൊ ആ ഒരു റൂമർ അല്ല, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ലിങ്ക് ആണ്. അപ്പം ആ ഒരു ന്യൂസിനെ കുറിച്ച് എന്താ തോന്നി? നമുക്കിപ്പോ സ്ട്രൈക്കർ റോളിൽ ഇപ്പൊ 3 പേരുടെ പേരുകളാണ് കേട്ടുകൊണ്ടിരുന്നത്. ശരിക്കും ആദ്യം പറഞ്ഞ 2 പേരുടെ പേരാണ് കുറച്ചുകൂടി കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ അങ്ങനെ ഇസാക്ക് അല്ലെങ്കിൽ സെസ്കോ എന്നുള്ള പേരുകളാണ് സെസ്കോ. കൂടുതൽ കേട്ടത്. ഇവിടെ പിന്നെ ആൻഡ്രിയ ബേട്ട സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് ചാർജ് എടുക്കുന്നതിന്റെ അടുത്തെത്തിയപ്പോഴാണ് ഗോയിക്കേഴ്സിന്റെ പേര് കുറച്ചും കൂടി ഹെവി ആയിട്ട് കേൾക്കണം. ഇപ്പൊ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതെ സോ അപ്പൊ അതെ അതെ. എല്ലാവരും ആദ്യം എക്സ്പെക്ട് ചെയ്തത് റൂബൻ അമോറിമിന്റെ അണ്ടറിലേക്ക് ഗോയിക്കേഴ്സ് അടുത്ത സീസൺ യുണൈറ്റഡിലേക്ക് പോകുന്നൊക്കെയാണ്. പക്ഷെ യുണൈറ്റഡിന്റെ പോക്ക് കണ്ടിട്ട് അത് എനിക്ക് തോന്നുന്നില്ല അത്ര. നമ്മളൊരു ബെറ്റർ ഓപ്ഷൻ ആർസണൽ ശരിക്കും ഗോയിക്കേഴ്സിന് വെച്ചാൽ ഒരു ബെറ്റർ ഓപ്ഷനാണ്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളും പ്രീമിയർ ലീഗ് ഫൈറ്റും ടൈറ്റിൽ റേസും ഡെഫിനറ്റ്ലി. കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ യുണൈറ്റഡിലേക്ക് അതെ. പോയാൽ അതൊന്നും കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ല. യൂറോപ്പിലും യുണൈറ്റഡില് ഒരു മത്സരങ്ങൾ ഉണ്ടാവില്ല അതെ യുണൈറ്റഡിൽ ആകെ ഗോയിക്കേഴ്സ്. കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു മേ ബി സാലറിയും പിന്നെ ഈ പറഞ്ഞ റൂബൻ അമോറിം എന്തെങ്കിലും സംസാരിച്ച് കൺവിൻസ് ചെയ്താൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ. ബട്ട് തോന്നുന്നില്ല എനിക്ക്. യാ യുണൈറ്റഡ് ഒരു ചാൻസ് ബെറ്റർ കുറവാണ്. സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ അല്ലെ, ഐ മീൻ ആ ലൈക്ക് ഒരു മിഡ് ടേബിൾ ഒരു ടോപ്പ് 6. അതെ അതെ. ഇല്ല ഒരു ടോപ്പ് 10-ലെങ്കിലും മര്യാദയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഉറപ്പുണ്ടായിരുന്നെങ്കിൽ മേ ബി ഓക്കെ ഫൈൻ. പക്ഷെ യുണൈറ്റഡിന്റെ അവസ്ഥ ഇത്തവണ വളരെ ശോകമാണ്. അഗെയിൻ ഇപ്പൊ ലാസ്റ്റ് കളിയും തോറ്റു എന്നാണ് എന്റെ ഓർമ്മ. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ അടുത്ത് തോറ്റു, നോട്ടിംഗ്ഹാം 1 ഫോറസ്റ്റ് വീട്ടിൽ ആയിട്ട്. അങ്ങോട്ട് തോറ്റു. ഇനി അതെ അതെ. വരുന്നത് മാൻചെസ്റ്റർ ഡെർബി അങ്ങോട്ടാ വരുന്നത് ഞാൻ പറഞ്ഞത്. ആ സോ അങ്ങനെയാണെന്ന് എന്റെ ഓർമ്മ, എനിക്ക് ഉറപ്പില്ല. സോ താഴോട്ട് യുണൈറ്റഡ് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. സോ ഗോയിക്കേഴ്സിന്റെ അടുത്ത് വരുമ്പോൾ ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു കാര്യം, ആർസണൽ അതൊരു പ്രൈമറി ടാർഗറ്റ് തന്നെയാണോ എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇസാക്കിന്റെ കാര്യം ഇപ്പോഴും ഒരു ഉറപ്പ് പറയുന്നില്ല. ഇസാക്ക് വരില്ല എന്ന് പറയുന്നില്ല,
ഷിസാക്കിന്റെ കാര്യത്തിൽ പറയുന്നത് ന്യൂ കാസിലിനും ഇതേപോലെ ബെറ്റർ ഓഫർ വയ്ക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ന്യൂ കാസിലിന്റെ ആസ്കിംഗ് പ്രൈസ് വളരെ ഹൈ ആയിരിക്കും. 100 to 130 മില്യൺ അടുത്ത് വരും എന്നാണ് റൂമേഴ്സ് പറയുന്നത്. അതേപോലെ തന്നെ ന്യൂ കാസിൽ ഒരു റൈസിൽ നിൽക്കുന്ന ടീമാണ്. ഇപ്പൊ തന്നെ അവരുടെ ഹിസ്റ്റോറിക് ടൈറ്റിൽ നേടിയുള്ളൂ. അവര് റൈസിൽ നിൽക്കുകയാണ്. സോ ആ ഒരു സമയത്ത് ആ ടീം വിട്ട് പോരണം വേണ്ടി എന്നുള്ളത് പ്ലെയറിന്റെ ഒരു ചോയ്സ് ആണത്. അത് ആക്ച്വലി കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക്. ഈസിയാണ്. യെസ്. പക്ഷെ അതാണ് അവിടെയാണ് എനിക്ക് ഈ പറഞ്ഞ സ്ട്രൈക്കറിന്റെ, അതായത് അത്രയും എമൗണ്ട് ആണ്, ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കില്ല. നെഗോഷിയേറ്റ് ചെയ്താലും ഒരു പ്രൈസ് ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ പ്രൈസ്. പക്ഷെ ആ ഒരു പ്രൈസിന് ഇസാക്ക് വർത്താണോ എന്നുള്ളതാണ് നമ്മൾ അറിയണത്. 130 പറയാൻ പറ്റില്ല. ഇസാക്ക് വെറുതെ നമ്പർ 9 സ്ട്രൈക്കർ മാത്രമായിട്ടല്ല, പ്രോഗ്രസീവ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പ്ലെയർ ആണ് ആള്. ഞാൻ പറഞ്ഞത് വർത്ത് എന്നുള്ള ഉദ്ദേശിച്ചത് ആ ഒരു എമൗണ്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ടീമിന്റെ വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഏത് പ്ലെയർ വന്നു കഴിഞ്ഞാലും ആദ്യത്തെ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എവിടുന്നേലും ഇല്ലാത്തൊരു ഇഞ്ചറി എങ്ങോട്ട് വരും. അപ്പൊ അവിടെയാണ് എനിക്ക് എപ്പോഴും ഒരു ഇച്ചിരി ഞാൻ ബാക്ക് ഹാൻഡ് ഇരിക്കുന്നതൊക്കെ, അത്രയും എമൗണ്ട് കൊടുത്ത് ഒരാളെ സ്പെൻഡ് ചെയ്യും. ഒരു 130+ എന്നൊക്കെ പറയുന്നത് എനിക്ക് നമുക്ക് ചിന്തിക്കുമ്പോ തന്നെ എന്റെ അമ്മ കൊടുക്കില്ല. ബട്ട് ഡെഫിനറ്റ്ലി അവര് ചോദിക്കും. ആയിട്ടില്ല മീൻസ് കാശ് ഉണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ബിസിനസ് നമ്മൾ ചെയ്യാറില്ല. ലാസ്റ്റ് നമ്മൾ ചെയ്ത് ഡെക്ലാൻ റൈസിന്റെ ഒരു ഇതാണ്. പക്ഷെ അത് ഏറെക്കുറെ എന്തുകൊണ്ട് ഇപ്പോഴും പോസിറ്റീവ് ട്രാക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു ട്രാക്കിൽ തന്നെ പോകും. പക്ഷെ അതിന് മുമ്പ് നടത്തിയിട്ടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഒരു 72 മില്യൺ നിക്കോളാസ് പെപ്പേനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. ഒരു വല്ലാത്തൊരു ഡിസാസ്റ്റേഴ്സ് ആയിരുന്നു അത്. പക്ഷെ അന്നത്തെ ടീം അതുപോലെ പിന്നെ 45 മില്യൺ പാർട്ടേനെ കൊണ്ടുവന്നപ്പോഴും ഈ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആള് ഇഞ്ചുറീസ് കൂടുതലായിട്ട് സീസൺ കഴിഞ്ഞ സീസണിലൊക്കെയാണ് ആള് കുറച്ചും കൂടി, ഈ സീസണിൽ കുറച്ചും കൂടി ബെറ്റർ നിൽക്കുന്നത്. അതാ എല്ലാരും പറയുന്നത്. ബാക്കി എല്ലാരും ഇഞ്ചറാകുന്നു, പാട്ട് മാത്രമേ ഉണ്ട് കളിക്കാനായിട്ട്. നമുക്ക് ഈ വലിയ എമൗണ്ട് വെച്ചുള്ള കളികൾ അത്ര, എനിക്ക് തോന്നുന്നു നമ്മുടെ ടീം അങ്ങനത്തെ ഒരു ക്ലബ് അത്രയ്ക്കും ഒരു ഫോളോ ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഒരുപാട് ഇതിനോട്. സോ അതുകൊണ്ട് തന്നെ ഗോയിക്കേഴ്സിന്റെ കാര്യം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു യൂത്ത്, എന്താ പറയാ, ഒരു യങ് സ്ട്രൈക്കർ തന്നെയാണ്, ടാലന്റ് സ്ട്രൈക്കർ തന്നെയാണ്. പക്ഷെ ഇനി അത് സിസ്റ്റത്തിൽ എത്രത്തോളം ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇസാക്കിനെ നോക്കിയിരുന്നു, ഇസാക്കിനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അഗെയിൻ അടുത്തൊരു സീസൺ തുടങ്ങുമ്പോൾ ഒരു സ്ട്രൈക്കർ ഇല്ലാത്ത ഗതികളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സീസണേ പോയി. ഞാൻ കേട്ട ന്യൂസ് വെച്ച് ഒരു ന്യൂസ് കണ്ടെന്ന് വെച്ചാൽ ആർട്ടറ്റയ്ക്ക് ഇസാക്കാണ് വേണ്ടത്. മറ്റേ എഡുവിൻ ബാക്കി വെച്ച എഡുവിന്റെ ആ ഒരു പഴയ ടീം സെസ്കോനെയാണ് മോണിറ്റർ ചെയ്യുന്നത്. ബേട്ട കൂടുതൽ ഫോക്കസ് ചെയ്ത ഗീക്കോറസിനെ. ഇങ്ങനെയൊക്കെയുള്ള ന്യൂസുകളൊക്കെ. അപ്പൊ ഇതിൽ ആരാവുന്നുള്ള ഇസാക്ക് എന്ന് പറയുന്നത് പേര് കേട്ടത് കൂടുതലും ആൻഡ്രിയ ബേട്ടയായിട്ട് ലിങ്കപ്പ് ചെയ്താണ് ആ പേര് കൂടുതലും കേട്ടത്. സെസ്കോന്റെ പേര് ഇടയ്ക്ക് ഞാൻ കേട്ടിരുന്നുള്ളൂ. ആളുടെ ആസ്കിംഗ് പ്രൈസ് 60 എടുത്താണ്ടായിരുന്നു സെസ്കോന്റെ. ഗോയിക്കേഴ്സിന് അറിയില്ല. സെസ്കോന്റെ 60 എടുത്തായിരുന്നു. അപ്പൊ കുറച്ചും കൂടി വിസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ സെസ്കോ എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ബെർട്ട വരുന്നതിന് മുമ്പായിരുന്നു എന്നുള്ളത് സത്യം കേട്ടോ. ബെർട്ട വരുന്നതിന് മുമ്പാണ് ആ ഒരു ടോക്ക് ഉണ്ടായിരുന്നുള്ളൂ, കേട്ടിരുന്നു. റിലീസ് ക്ലോസ് ആണെന്ന് തോന്നുന്നു, സംതിങ് 56 സംതിങ്. അപ്പൊ ഗിക്കോറസ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പോർച്ചുഗീസ് ലീഗിലൊക്കെ കളിച്ചു എന്നൊക്കെ ഉള്ള നല്ല സ്റ്റാറ്റ്സ് ഒക്കെയാണ്. ഇപ്പൊ നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ ഭയങ്കര നമ്പേഴ്സ് ഒക്കെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെയാണ് പ്രീമിയർ ലീഗ് വരുമ്പോഴും, എസ്പെഷ്യലി ആർസനൽ പോലെ സ്ട്രൈക്കേഴ്സിനെ വേറെ പല ഫ്ലോട്ടിംഗ് സ്ട്രൈക്കർ ആയിട്ടൊക്കെ കളിപ്പിക്കുന്ന ഒരു ടീമാണ് ആർസനൽ. അപ്പൊ അവിടെ വരുമ്പോ എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നൊക്കെ ഉള്ളതാണ് അവിടെയാണ് ശരിക്കും ചോദ്യം വരുന്നത്. ശരിക്കും മിക്കേൽ ആർട്ടറ്റ എന്താണ് ഒരു സ്ട്രൈക്കറെ വെച്ച് എന്നാ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം. കാരണം ഇപ്പോ ഒരു നമ്പർ 9 സ്ട്രൈക്കർ എന്ന് പറയുമ്പോൾ ബോക്സ് ഹാലൻഡ് പോലെ സ്ട്രൈക്കറിനെ യൂസ് ചെയ്യാനാണോ, അല്ലെങ്കിൽ നമ്മുടെ ഹാവേർട്സ് കളിക്കുന്ന പോലെ യൂസ് ചെയ്യാനായിരുന്നോ എന്നുള്ളത് അത് കോച്ചിന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. മേ ബി സാക്കിനെ തന്നെ മതിയെന്ന് ആർട്ടറ്റയ്ക്ക് തോന്നണതിന് കാരണമുണ്ടോ? അപ്പൊ ഗോയിക്കേഴ്സ്, അദ്ദേഹത്തിന്റെ കളി അധികം ഞാൻ ഫോളോ ചെയ്തിട്ടില്ല ഗോയിക്കേഴ്സിന്റെ. പക്ഷെ വെച്ചിടത്തോളം ആളൊരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അധികം അവരുടെ പോർച്ചുഗീസ് ടീം അധികം കണ്ടിട്ടില്ല. നമ്പർ 9 സ്ട്രൈക്കർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്ന ആള്. അതെ, നമ്പർ 9 തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ ആർട്ടറ്റയുടെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഒരു എന്താ പറയാ, ബോൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്ട്രൈക്കർ ആണോ പുള്ളി ഉദ്ദേശിക്കുന്നത്? വിങ്ങേഴ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്ന് പന്തെടുക്കുന്ന ഒരു സ്ട്രൈക്കറാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയില്ല.
സോ മേ ബി അവര് തമ്മിൽ കമ്മ്യൂണിക്കേഷന്റെ ആൻഡ്രിയാബർട്ടും മിക്കലാട്ടിനും തമ്മിൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു എൻഡിലായിരിക്കും ഡിസിഷൻ എടുക്കുക. പക്ഷെ ഞാൻ കരുതാണ് ഈ ആൻഡ്രിയാബർട്ടിനെ ഇപ്പം ആഴ്സണലിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അവര് തമ്മിൽ കണ്ടെത്തിയിട്ടുണ്ടാവണം. കാരണം അടുത്ത സമ്മറിലേക്ക് വരുമ്പോൾ മേജർ ചോദ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ബാക്കിയുള്ള പൊസിഷൻസ് ഒക്കെ ഓക്കെ, കോൺട്രാക്ട് പുതുക്കലും കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ സ്ട്രൈക്കർ എന്ന് പറയുന്ന പൊസിഷനിൽ ഉത്തരം രണ്ട് ടീംസിന്റെയും ഭാഗത്തുനിന്ന് ഒരു സിമിലർ സ്റ്റേജിൽ വന്നാൽ മാത്രമാണ് ആ ഒരു ഡീല് മുന്നോട്ട് പോയിട്ടുണ്ടാവുള്ളൂ. സോ ആൻഡ്രിയാബർട്ട വന്നെങ്കിൽ ഓൾറെഡി മിക്കാലാട്ടയായിട്ട് ഒരു ആയിട്ടും ഒരു സമ്മതം ഇല്ലാണ്ട് സ്ട്രൈക്കറിനെ വേറെ തേടി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാം കേൾക്കുന്ന റൂമേഴ്സ് ആണല്ലോ, നമുക്കറിയില്ല. അതെ, റൂമേഴ്സ് ആണ്. ബട്ട് അഗൈൻ ലിങ്ക്സ് വന്നിരിക്കുന്നത് ഇപ്പൊ ഓൺസ്റ്റീൻ പോലെയൊക്കെയുള്ള അത്ലറ്റിക്കിന്റെ ഒക്കെ ജേർണലിസ്റ്റുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അഗൈൻ അതുകൊണ്ട് തന്നെ ഗോഗൽസിനെ കുറച്ച് കേട്ട് തുടങ്ങിയപ്പോ കുറച്ച് ഫോളോ ചെയ്തു. പക്ഷെ സത്യം പറയാലോ, ആ കളിക്ക് ശേഷം ഞാൻ ആ ഇഞ്ചുറിയുടെ അപ്ഡേറ്റ്സ് ആണ് കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത്. എപ്പൊ തിരിച്ചു വരും. പിന്നീട് ആർസണൽ ഓപ്ഷനിൽ ഇട്ടല്ലോ നമ്മളിപ്പോ ഗബ്രിയലിന്റെ കാര്യം, സർജറിയാണ്, സീസൺ ഇല്ല എന്നുള്ളത്. ഈ ഗ്യൂക്കോറസിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു സ്ട്രൈക്കർ വരുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു ലിങ്ക് ആണ് നിക്കോ വില്യംസ്, അത്ലറ്റിക്കോ ബിൽബാവിന്റെ നിക്കോ വില്യംസ്. അങ്ങനെ ഒരു പ്ലെയർ വരുവാണെങ്കിൽ ആക്ച്വലി ഗിക്കോറസ് വന്നാലും ഐ എം ഓക്കെ, അല്ലെങ്കിൽ സെസ്കോ വന്നാലും ദാറ്റ്സ് ഫൈൻ. കാരണം നിക്കോ വില്യംസിനെ പോലെ ഒരു ഡയറക്റ്റ്, വളരെയധികം നല്ല രീതിയിൽ ഡയറക്റ്റും, അതായത് ഡ്രിബിൾ ചെയ്യാൻ കുറച്ചുകൂടെ ഡ്രൈവും ഒക്കെ ഉള്ള ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഗിക്കോറസിനാണെങ്കിലും സെസ്കോയ്ക്കൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഒരു റൺ ചെയ്യാൻ സ്പീഡ് പേസ് ഉള്ള പ്ലേയേഴ്സ് ആണ് ഇവർ കുറച്ചുകൂടെ ഒക്കെ. ഇവർക്ക് കുറച്ചുകൂടി ഈസിലി ബോക്സിൽ എത്താനൊക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ബ്രോയ്ക്ക് എന്താണ് നിക്കോ വില്യംസിന്റെ ആ ഒരു ട്രാൻസ്ഫർ റൂമേഴ്സിനെ കുറിച്ച് തോന്നിയത്? ഞാൻ നിക്കോ വില്യംസ് നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്ന പേരാണ്. ഇപ്പൊ ഈ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ വന്നപ്പോ ഇപ്പൊ ഈ ഗോഗസിന്റെ കാര്യം പറഞ്ഞ പോലെ ആ ഒരു പേരും കുറച്ചും കൂടി ശക്തിയായിട്ട് കേൾക്കാൻ തുടങ്ങി. നിക്കോ വില്യംസിനൊക്കെ വരാണെങ്കിൽ നമ്മുടെ വിങ് പൊളിക്കും എന്നുള്ളത് തന്നെയാണ്. ആ ലെഫ്റ്റില് നമുക്ക് അപ്പൊ പറഞ്ഞല്ലോ, റൈറ്റില് സാക്കിക്ക് ഒപ്പം വെക്കാൻ പറ്റുന്ന ഒരു ടാലന്റ് ഇപ്പൊ നമുക്ക് തൽക്കാലം ലെഫ്റ്റിലില്ല. മാർണലി ഒന്നും അതിനകത്ത് ഉയർന്നില്ല. ട്രസ്കഡ് ആണെങ്കിലും കുറച്ച് ആ ഒരു ഇതിലേക്ക് ഇനി വരും നമ്മൾ വിശ്വസിക്കുന്നുമില്ല. സോ നിക്കോ വില്യംസ് ഒരു പ്ലെയർ വരാണെങ്കിൽ സ്ട്രൈക്കറിന്റെ കാര്യത്തിൽ കുറച്ചൊന്ന് ഐ മീൻ ലൈക്ക് സ്പെൻഡിങ്ങിന്റെ കാര്യത്തിൽ, സ്ട്രൈക്കറിൽ സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചൊന്ന് താഴേക്ക് പോയാലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം സ്ട്രൈക്കിംഗ് പൊസിഷനിൽ മാത്രം ഇപ്പൊ 100-130 മില്യൺ കൊടുത്ത് സ്ട്രൈക്കർ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നമുക്ക് ആ വിങ്സും കൂടി ഒന്ന് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. എന്തായാലും ആർസണലിന്റെ ഒരു അറ്റാക്കിംഗ് ഇപ്പൊ സ്ട്രൈക്കർ അല്ലാണ്ട് തന്നെ ഒരു അറ്റാക്കിംഗ് ഓപ്ഷനെ കൊണ്ടുവരേണ്ടതുണ്ട് കിട്ടാണെങ്കിൽ. അപ്പൊ ഇനിയിപ്പോ ക്യൂനയുടെ പേരൊക്കെ പിന്നെയും തലമുന്തി തുടങ്ങിയിട്ടുണ്ട്. ക്യൂനെയാണോ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷെ നിക്കോ വില്യംസ് പോലെ ഒരു പേര് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ സ്ട്രൈക്കറിന്റെ കാര്യത്തിൽ സ്പെൻഡിങ്ങിൽ കുറച്ച് താഴേക്ക് പോയാലും ഒരു പ്രോപ്പർ നമ്മുടെ സ്ട്രൈക്കർ വരണം, അത്യാവശ്യം പ്രൊലിഫിക് ആയിട്ടുള്ള സ്ട്രൈക്കർ വരണം. പക്ഷെ ആ കാര്യം സ്പെൻഡിങ് ഇച്ചിരി ഡൗൺ ആയാലും വലിയ പ്രശ്നമൊന്നുമില്ലെന്നാണ് എന്റെ അഭിപ്രായം. യെസ് യെസ്. അപ്പം എന്തായാലും അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ എവർട്ടൺ ആയിട്ടുള്ള മാച്ചാണ്, വീക്കെൻഡ് മാച്ച്. അത് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ഫസ്റ്റ് ലെഗ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പോഴും ആണ്. ബട്ട് ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ ഒരു ലെവൽ കുറച്ച് കുറഞ്ഞു ആ ഒരു ഗാബ്രിയൽ ഇഞ്ചറിയോടെ. ഹോപ്പ്ഫുള്ളി ടിംബർ ബെൻ വൈറ്റിനൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. എനിക്ക് ശരിക്കും ടിംബറോ വൈറ്റോ തിരിച്ചു എന്നുള്ള ആഗ്രഹം കൂടാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോമസ് പാർട്ടിയെ പിടിച്ച് റൈറ്റ് ബാക്ക് ഇടരുത്. ഒന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും അവിടെ ചെയ്യാണ്ടാവില്ല. ശരിക്കും വന്നാലാണ് ആ ഒരു ഓപ്ഷൻ ആൾറെഡി എടുക്കാതിരിക്കുള്ളൂ. തോമസ് പാർട്ടിനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മിഡില് കൺട്രോൾ പോകും. റൈറ്റ് ബാക്ക് ആയിട്ട് ഓക്കെ ഫൈൻ, പക്ഷെ ഒരു കൗണ്ടർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വിനീഷ്യസിനൊന്നും കൂട്ടാനായിട്ട് പറ്റൂല അവിടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റൈറ്റ് ബാക്ക് ആയിട്ട് പാർട്ടി വന്നു കഴിഞ്ഞാൽ പരിപാടി തീരും. അതുകൊണ്ട് ടിംബറോ ബെൻ വൈറ്റോ രണ്ടുപേരും വന്നാൽ അത്രയും നല്ലത്. കാരണം സെന്റർ ബാക്കിലേക്ക് ഒരു ഓപ്ഷനും കൂടി കിട്ടും എന്നുള്ളതാണ്. കിവിയറിനെ എനിക്ക് എന്തോ കിവിയർ ഇപ്പോഴും ബെൻ വൈറ്റ് ടിംബറൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ കിവിയറിനെ കാണാൻ പറ്റുള്ള കിവിയർ എന്താ പറയാ സെക്കൻഡ് ടിയറിൽ വരുന്ന ഒരു ഡിഫൻഡർ ആണ്. ലൈക്ക് അതില് തെറ്റില്ല. കാരണം കിവിയോർ ഇപ്പൊ നമുക്കൊരു FA കപ്പിൽ ഗെയിം അല്ലെങ്കിൽ ലീഗ് കപ്പിലൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് കിവിയോർ നല്ല ഓപ്ഷൻ ആണ്. പക്ഷെ
ഒരു ലോങ് റണ്ണിലേക്ക് ഒരിക്കലും കിവിയറിനൊന്നും അത് റയൽ പറ്റില്ല. മാഡ്രിഡ് പോലെ ഒരു ടീമിന്റെ അടുത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ലെവൽ കിവിയറിനൊന്നും തോന്നുന്നില്ല. സോ അവിടെയാണ് അങ്ങനെയൊക്കെ എനിക്ക് നോക്കുമ്പോൾ ഞാൻ ഇപ്പൊ ടിംബറിനെ ഞാൻ കുറച്ചും കൂടി ബെറ്റർ സജസ്റ്റ് ചെയ്യും. കാരണം ബെൻ വൈറ്റ് അറിയാലോ കുറെ കാലമായി മര്യാദയ്ക്ക് ഒന്ന് ടച്ച് പിടിച്ച് കളിച്ചിട്ടൊക്കെ. ടിംബർ ആണെങ്കിൽ അത്യാവശ്യം ആ റൈറ്റ് ബാക്ക് പൊസിഷനിലൊക്കെ നല്ല രീതിയിൽ ക്ലബിന് വേണ്ടി വേർത്ത് അധ്വാനിക്കുന്ന മനുഷ്യനാണ്. സോ പുള്ളിയാണ് കുറച്ചുകൂടി ഞാൻ സെന്റർ ബാക്കിലേക്ക് സജസ്റ്റ് ചെയ്യും. പക്ഷെ അറിയില്ല ഇഞ്ചുറി കഴിഞ്ഞ് എത്തുമോ ഇല്ലയോ എന്നുള്ള കൺഫർമേഷൻ പറയുന്നില്ല. കൺഫർമേഷൻ കിട്ടാണ്ടൊന്നും അഗൈൻ അതാണ് ഇഞ്ചറി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് അത്ര ഈ പറഞ്ഞ പോലെ ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് കളിക്കുകയും വേണം. 100% കമ്മിറ്റഡ് ആയിട്ട് വേണം ചാമ്പ്യൻസ് ലീഗ് പോലത്തെ അതിൽ തന്നെ സാക്കയുടെ കാര്യം പറയണം. സാക്ക് ഇപ്പൊ ഇഞ്ചുറി കഴിഞ്ഞു വന്നുള്ള ഒരു ഗോൾ നേടി എന്നൊക്കെ പറഞ്ഞാലും ആള് 100% ആയിട്ടില്ല. അത് സമയമെടുക്കും. വെറുതെ അനാവശ്യമായിട്ട് പ്ലെയറെ പുഷ് ചെയ്ത് ഇപ്പൊ ഒരുപാട് ഫാൻ ബേസിൽ ഫാൻ ചർച്ചകൾ കണ്ടൊരു കാര്യമാണ്. എല്ലാരും കുറെ ആൾക്കാർ പറയുന്നു റയൽ മാഡ്രിഡിന്റെ ഫസ്റ്റ് ലെഗിൽ തന്നെ സാക്ക സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നു. പക്ഷെ ചിലവര് പറയുന്നുണ്ട് അധികം പുഷ് ചെയ്യണ്ട, ഇതിനെ അത്യാവശ്യം തരക്കേടില്ലാണ്ട് കളിക്കുന്നുണ്ട്. റയൽ മാഡ്രിഡ് പോലൊരു ടീമിനെതിരെ എങ്ങനെ വരുമെന്ന് അറിയില്ല. എന്നാലും ഇതിനെ അത്യാവശ്യം നല്ല വെടിപ്പായിട്ട് തന്നെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. സാക്കേനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കൊണ്ടുവന്നതിന് ശേഷം സെക്കൻഡ് ലെഗിൽ മേ ബി ബെർണബുവിൽ സ്റ്റാർട്ടർ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആ ഒരു ആശയത്തിനോട് വളരെയധികം കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ കോച്ചിന്റെ സേയാണ് ഇപ്പൊ സ്ട്രോങ് ടീമിനെ തന്നെ ഇറക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മേ ബി സാക്കേനെ ഇറക്കിയെന്ന് വരും. പക്ഷെ സാക്കേൽ ഫസ്റ്റ് മിനിറ്റ് തുടങ്ങി 90ാമത്തെ മിനിറ്റ് വരെ എമിറേറ്റ്സിൽ ഒരു ഫുൾ എഫേർട്ട് കൊടുക്കാൻ ആ പ്ലെയർ ആയിന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടി സമയം പ്ലെയറിന് കൊടുക്കണം. അഗൈൻ ഡിപ്പെൻഡിങ് ഓൺ എവർട്ടൺ മാച്ചിൽ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും സാക്ക എത്രത്തോളം ഫിറ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എവർട്ടൺ മാച്ചിന് സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെ അവന് ചാൻസ് പുഷ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ഇനി ഇഞ്ചുറി കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് താങ്ങാൻ പറ്റത്തില്ല. ഇത് ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ പോയി നമ്മുടെ കയ്യിൽ നിന്ന് പോയി 2 മത്സരം 3 മത്സരം കൂടി ജയിച്ചു കഴിഞ്ഞാൽ ലിവർപൂള് ചാമ്പ്യൻസ് ആയി. സോ അതില് അനാവശ്യമായിട്ട് ഇനിയൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചാമ്പ്യൻസ് ലീഗ് അടിക്കണം എന്നല്ല പറയുന്നത്. നമുക്ക് ഈ റയൽ മാഡ്രിഡ് പോലുള്ള ടീമിനൊക്കെ ഹോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജിയസ് മാറ്ററാണ്. എസ്പെഷ്യലി നമ്മൾ കുറെ കാലമായി അങ്ങനത്തെ ഒരു ടീമുകളൊക്കെ കിട്ടിയിട്ട് ലാസ്റ്റ് സീസണാണ് നമുക്ക് ബയൺ മ്യൂണിച്ചിനെ കിട്ടിയത്. സോ ഈ ഒരു സീസണിൽ റയൽ മാഡ്രിഡിനൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രസ്റ്റീജിയസ് മാച്ച് ആയിട്ട് തന്നെ നമ്മൾ കാണണം. റയൽ മാഡ്രിഡിന് ഓക്കെ ആഴ്സണൽ അത്രേ ഉള്ളൂ. പക്ഷെ ആഴ്സണലിൽ റയൽ മാഡ്രിഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. അവരെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കെതിരെ വിജയം എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ ഒരു ഡീസന്റ് പെർഫോമൻസ് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ടോപ്പ് ടയർ ടീമിന്റെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റണം. ഇവിടെയും പറഞ്ഞ പോലും അത്ര ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. റിസൾട്ട് പോസിറ്റീവ് ആവും എന്നുള്ളൊരു ഇത് തൽക്കാലം ഇല്ല. അല്ല അത് തന്നെയാണല്ലോ നമ്മള് ഇടക്കാലത്ത് നമ്മള് ഇതൊന്നും അല്ലാതെ പ്രീ ക്വാർട്ടറിൽ ചാമ്പ്യൻസ് ലീഗിൽ ഇങ്ങനെ തോറ്റ് പിന്നെ ചാമ്പ്യൻസ് ലീഗ് ഇല്ലാതെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നിന്നൊക്കെ ഈ സമയത്ത് നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ബിഗ്ഗർ സ്റ്റേജ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. യെസ്, ട്രോഫീസ് വേണം, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവർ കറക്റ്റ് ആയിട്ട് പ്ലെയർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രോഫീസ് വിൽ കം എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ബട്ട് again ഈ സീസൺ അൺലക്കി ആയിരുന്നു. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സീസണിൽ ഒരു പോയിന്റ് കൂടി പറയാനുള്ളത് ഞാൻ നേരത്തെ പറയാൻ പോയതാണ്. നമ്മുടെ മെഡിക്കൽ ടീമിന്റെ കാര്യം ചെറുതായിട്ടൊന്ന് പരാമർശിക്കേണ്ടതുണ്ട്. നമുക്ക് ഇഞ്ചുറീസ് എല്ലാ ടീമുകളിലും മാച്ചസ് ഒക്കെ കൂടി പ്ലേയേഴ്സ് ഒക്കെ ഇഞ്ചേർഡ് ആവുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ ടീമിൽ റിപ്പീറ്റഡ് ഇഞ്ചുറി വരുന്നതും കുറച്ച് കൂടി വരുന്നുണ്ട്. ഇപ്പൊ കലഫയുടെ കാര്യം പറയുകയാണെങ്കിലും ബെൻ വൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിലും ബെൻ വൈറ്റ് ഒക്കെ തിരിച്ചു വന്ന് പിന്നെയും ഇഞ്ചുറി ആയി പോയതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഗബ്രിയലിന്റെ കാര്യം പറയുകയാണെങ്കിലും റെസ്റ്റ് കിട്ടി മീൻസ് മത്സരം കളിക്കാണ്ട് ലണ്ടനിലേക്ക് വന്ന പ്ലെയർ മത്സരം തുടങ്ങി 16ാമത്തെ മിനിറ്റ് തന്നെ ഹാംസ്ട്രിങ് ടൈറ്റ്നസ് കാരണം കളത്തിൽ നിന്ന് കയറി പോകുന്നത്. ഇപ്പൊ സർജറി കാര്യങ്ങളൊക്കെ വരും, ഓക്കെ ഫൈൻ. പക്ഷെ അവിടെ ചെറുതായിട്ട് മെഡിക്കൽ ടീമിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇല്ലേ എന്നുള്ളതാണ്. അതിപ്പോ ചെറുതായിട്ട് ഫാൻസ് സർക്കിളിലൊക്കെ ചർച്ച തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ നമുക്കത് ഡോട്ടിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ചെറിയൊരു കൺസേൺ മാത്രമാണത്. ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഇഞ്ചുറീസ് റിട്ടേൺ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര പരാതി പറയാനൊന്നുമില്ല. അത്യാവശ്യം കറക്റ്റ് ആയിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ റിപ്പീറ്റഡ് ഇഞ്ചുറീസ് കുറച്ച് കാര്യമായിട്ട് പ്ലേയേഴ്സിന് വരുന്നത്. കലഫിയോരുടെ കാര്യമാണ് എനിക്ക് ആദ്യം. കലഫിയോറിന് ഓൾറെഡി ഹിസ്റ്ററി ഉണ്ട്, അതും സമ്മതിക്കുന്നു. പ്രോപ്പർ റിക്കവറി നടക്കുന്നില്ല എന്നുള്ള ഒരു പരാമർശം. എനിക്ക് സാക്കയുടെ കാര്യത്തിലും ഞാൻ അത്ര കോൺഫിഡന്റ് അല്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള മെയിൻ കാരണം അത് തന്നെയാണ്. കാരണം ഇപ്പൊ അനാവശ്യമായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി സാക്ക പ്രഷറിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിപ്പോ പ്രഷറിൽ ഓൾറെഡി ടീം ഫുൾ പ്രഷറിലാണ്. അതിനിടയ്ക്ക് വരുന്ന പ്ലെയറെ കൂടി പ്രഷറിലാക്കേണ്ട ആവശ്യമില്ല. സോ
അതൊക്കെ അത്യാവശ്യം ടൈം കൊടുത്ത് നോക്കിയും കണ്ടൊക്കെ കളിപ്പിച്ചായിരുന്നു. സെക്കൻഡ് ലെഗിലേക്കെങ്കിലും ആ ഒരു പ്ലെയറിന് ഫുള്ള് കൊടുക്കാൻ സാലൊക്കെ പറഞ്ഞ പോലെ ഫുൾ എഫേർട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്ലെയറിനെ സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ അതൊക്കെ കോച്ചിന്റെ ഡിസിഷൻസ് ആണ്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താലും തെറ്റ് പറയാൻ പറ്റില്ല, കാരണം സ്ട്രോങ്ങസ്റ്റ് ടീമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഏത് കോച്ചും ആഗ്രഹിക്കുള്ളൂ. ഡെഫിനറ്റ്ലി യെസ്. അപ്പം ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പം അടിപൊളി ഡിസ്കഷൻ ആയിരുന്നു. ആർസണൽ, ഫുൾഹാം, റിയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്, ആസ് വെൽ ആസ് ഇഞ്ചറീസ്. അപ്പം എനിവേ നമുക്ക് ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബ്രോ. താങ്ക് യു സോ മച്ച് ബ്രോ ഫോർ ജോയിനിങ് ഇന്നത്തെ ഒരു വീഡിയോയില്. അപ്പൊ നമുക്കിനിയും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അപ്പം ഹാവ് എ ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. ബൈ.